എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഈ ഒരു ആത്മീയ യാത്രയിൽ പല വ്യക്തികളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അറിയാം, നാം ഓരോരുത്തരെയും ജീവിതത്തിൽ പരിചയപ്പെടുമ്പോൾ അവരിൽ നിന്നെല്ലാം നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അത്യാവശ്യം ബുദ്ധിയുള്ളവർക്കെല്ലാം തന്നെ ഏതൊരു വ്യക്തികളെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിന് വർത്തമാനം തന്നെ മതി. ഒരു വ്യക്തി എത്ര നല്ല വസ്ത്രം ധരിച്ചാലോ, എത്ര നല്ല രീതിയിൽ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചാലോ, ആ വ്യക്തിയുടെ പെരുമാറ്റം തന്നെ ആ വ്യക്തി എന്താണെന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിമർശിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നാടിൻ്റെ ഒരു 25 കിലോമീറ്റർ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരാശ്രമമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട് വളരുകയല്ല, നമ്മൾ അറിയുന്ന കുറച്ച് കാര്യങ്ങളിൽ വളരെയേറെ വെറുപ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരാളും കൂടിയാണ്. പക്ഷെ എൻ്റെ ആത്മീയ പരിവർത്തനം ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നതാണ്. ഓരോ ജീവനും, ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലും അത്രയും യാഥാർത്ഥ്യമുള്ള കാര്യമല്ല. ഓരോ ജീവനും അതിൻ്റെ ഒരു കാർമിക് സൈക്കിളിൽ പോകുമ്പോൾ അതിൻ്റെ ജീവിതം പരിവർത്തനം പെടേണ്ട സമയത്ത് തന്നെ അത് ആയിച്ചേരുകയാണ് ചെയ്യുന്നത്. അതേപോലെ ജീവിതത്തിൻ്റെ പരിവർത്തന സമയത്ത് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. എന്തായാലും അദ്ദേഹം ഒരിക്കലും ഒരു മോശപ്പെട്ട ആളാവില്ല. അദ്ദേഹം ഒരു റിയലൈസേഷൻ വന്ന ഒരു വ്യക്തിയാകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാലും പല ഇതിലൂടെ തന്നെ പല യാത്രകളുടെയിലും അവിടെ പോകാൻ സാധിക്കാതായി. എന്നെ കണ്ടുമുട്ടുന്നവരൊക്കെ കാര്യങ്ങൾ പറയുമായിരുന്നു, അവർ ജെനുവിനല്ല, അവർ ജെനുവിനാണെന്ന് തോന്നുന്നില്ല, ഇത് നടത്തുന്ന ചില ബിസിനസ്സുകൾ ചെയ്യുന്നു, അതുകൊണ്ടൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല എന്നൊക്കെ പറയാം. അപ്പോഴും ഞാനൊന്നും പറയാം, എനിക്ക് അനുഭവമില്ലാത്ത കാര്യം ഒരിക്കലും പറയാനും പാടില്ല. അതുകൊണ്ടൊന്നും ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നിന്നിട്ടില്ലായിരുന്നു. എന്നാൽ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുമുട്ടിയ 1-2 പേരിൽ കണ്ടൊരു മഹത്തേറിയ കാര്യമുണ്ട്. നാം നമുക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രതീക്ഷകളും കൂടാതെ ജീവിക്കാൻ കഴിയുന്ന ആൾക്കാർ വളരെ ചുരുക്കമേ ഉള്ളൂ. ഒരു അനുകമ്പയുണ്ടെങ്കിൽ അത് സാധിക്കുള്ളൂ. വെറും നിസ്സാരമായി അത് ഈശ്വരത്വം വേണം, അതേലെ അനുകമ്പ ഉണ്ടാവുള്ളൂ. നമുക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് അർപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു ഡിവൈൻ സോളിനെ കണ്ടുമുട്ടി. മാതാ അമൃതാനന്ദമയി ദേവി, അമ്മ പൊന്നുമോനെ എന്ന് വിളിക്കുമ്പോൾ ആ വാക്കിലൂടെ തന്നെ കാരുണ്യത്തിൻ്റെ ആ സ്പന്ദനമാണ് അറിയുന്നത്. എൻ്റെ ലൈഫിൽ രമണ മഹർഷിയുടെ ആശ്രമത്തിലും ശങ്കരാചാര്യൻ്റെ അടുക്കലും എൻ്റെ ഗുരുവിൻ്റെ അരികിലും മാത്രമേ ഞാൻ ആത്മാർത്ഥമായി എന്ത് ചെയ്തിട്ടുള്ളൂ. ആത്മാർത്ഥം എന്ന് വെച്ചാൽ എന്നെ തന്നെ ഒരു സറണ്ടറിങ്ങിൽ നമ്മളിങ്ങനെ ഒന്ന് കുമ്പിട്ട് നമസ്കരിക്കാറുണ്ട്. അത് ഹൃദയത്തിൽ നിന്ന് വന്നത് അമ്മയുടെ അരികിൽ നിന്നപ്പോഴാണ്. അമ്മ ചെയ്യുന്നതെല്ലാം തന്നെ അദ്വൈതത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. നാം ഇപ്പോൾ ഒരു കാര്യം ചെയ്ത് എത്ര ബലവത്താക്കിയാലും വീണ്ടും ഒരു കാർമിക് സൈക്കിളിൽ അതെല്ലാം മാറി. സന്യാസിമാർ അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും അവരെവിടെയും അവരുടെ തിരിച്ചറിവിൽ അവർ മാറി ഇരിക്കുന്ന കാര്യം. നമുക്ക് ഈ ലോകത്തിനെ തിരുത്തി മാറ്റാനൊന്നും പറ്റില്ല. ഇതൊരു മായയാണ്, ഇത് വളരെ യാഥാർത്ഥ്യവുമാണ്. എന്നാൽ അമ്മയ്ക്ക് മറ്റുള്ളവരോടുണ്ടാകുന്ന ഒരു അമ്മ വളർത്തി വരുമ്പം കുഞ്ഞിന് അറിയില്ലല്ലോ, അബോധത്തിലാണല്ലോ എന്നുള്ളത്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നോക്കാതെ ആ ശിവരൂപത്തെ കണ്ടുകൊണ്ട്, അത് സാധന ചെയ്യുന്നവരോ അല്ല ആത്മീയതയിൽ വന്നവരോ ഒന്നുമല്ല, അല്ലാത്തവരെയും ആ ഒരു നിഷ്കളങ്കമായി സ്നേഹിക്കാൻ എടുക്കുന്ന ഒരു മനസ്സല്ല അമ്മ, ഈശ്വരിയാണ്. മനസ്സെന്നോ ആത്മാവെന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല ദേവിയെ. അത്രയും ഒരു ഡിവൈൻ, ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിലുള്ള സ്പന്ദനമാണ് അമ്മയിലും അനുഭവിക്കുന്നത്. കാളിയുടെ പൂർണ്ണമായുള്ള ഒരു രൂപമാണ് അമ്മയിലും. ശിവരൂപിയാണ്. ശൈവതന്ത്രത്തിൻ്റെ എല്ലാം പറയുന്നതും അമ്മയിലെ ഇതുകൊണ്ടുണ്ട്. സഹജ സമാധി അവസ്ഥയിലാണ് അമ്മ.
അമ്മ പ്രത്യേകിച്ച് നമ്മളെ പോലൊക്കെ കൂടുതലൊന്നും ആൾക്കാരുടെ പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും നിൽക്കില്ല. അമ്മയുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ സംസ്കാരം ഒരു താന്ത്രിക സംസ്കാരമാണ്, ഭക്തി മാർഗത്തിൻ്റെ സംസ്കാരമാണ്. ഇവിടെ രാമക്ഷേത്രം പണിയണമെങ്കിൽ ഒരിക്കലും തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സമൂഹം അംഗീകരിക്കും. എന്നുവെച്ചാൽ നമുക്ക് അറിയാം അതിൻ്റെ സത്യത. ഭക്തിയുടെ മണ്ണാണിത്. അപ്പം ഈ ഭക്തിയുടെ മാർഗം അമ്മ ഭജനയിലൂടെയും ആ ഒരു ഡിവോഷനിലൂടെയും ഒക്കെ കാണിക്കുമ്പം അതിലൂടെയും നമുക്ക് വിമോചനം സാധിക്കുന്ന ഒരു കാര്യമാണ്. അമ്മയുടെ മാർഗം വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ അർപ്പിച്ചു പോവും ആ കാലാനുബന്ധങ്ങളിൽ. എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞ എൻ്റെ പരിവർത്തനത്തിലൂടെ ഞാനിത് റിയലൈസേഷൻ ചെയ്തതാണ്. ഒരു വ്യക്തിയിൽ നിന്നും അറിഞ്ഞ കാര്യമല്ല, അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ്. ചുറ്റുപാടിൽ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരർത്ഥവുമില്ല. നമ്മൾ അനുഭവിച്ച് നമ്മുടെ മുന്നിൽ തന്നെ സാധ്യതകൾ ഒത്തിരിയുണ്ട്. ആ സാധ്യതകളെ നാം തുറക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം പോലും ഭാവനയാൽ സൃഷ്ടിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളല്ല. നമ്മുടെ ജീവന് കുറേ മൂല്യങ്ങളുണ്ട്. അതിനെ നാം ഉണർത്തിയെടുക്കുമ്പോഴേ ജീവിതം മനോഹരമായി തീരുള്ളൂ. അതിനുള്ള സാധ്യതയാണ് മാതാ അമൃതാനന്ദമയി ദേവി. എല്ലാവർക്കും നമസ്കാരം.